നീ അപ്പൊ ഒഴിയത്തില്ലല്ലയോ? ഞാൻ ഒഴിക്കാം. 10 നിലവിളക്ക് മുമ്പോട്ട് കളം പറയും. പക്ഷെ കാലിലേക്ക് വിട്ട് ചെറുവാക്കി. ഈ കൂടെ പൈകന്മായിട്ട് പോയ പയ്യനെ അവര് അങ്ങനെ അവരെല്ലാം കൂടി രണ്ടു വന്ന് അടി ആവശ്യത്തിന് അമ്മ ഗൾഫിലുള്ള പെണ്ണുങ്ങളെ കൂടാതെ സ്ത്രീ പോയിട്ട് കട്ടിലേക്ക് കിടക്കുമായിരുന്നു കൊച്ചിൻ്റെ കമ്മൽ. ഈ നിൽക്കുന്ന വീട് ഇപ്പോൾ ഇടിച്ച് പണിയണം, എന്നാല് നിങ്ങൾക്ക് ഒരു ഐശ്വര്യം ഉണ്ടാകും. ഇവിടെ ഇങ്ങനെ കേട്ടിട്ട് നമുക്ക് അങ്ങ് പിടിച്ചുകൊണ്ട് ഓട്ടോ ഓടിക്കേണ്ടപ്പോൾ ശരിയല്ലാതെ വന്നെന്ന് പറഞ്ഞാൽ റിസർവ് ആവാത്ത വണ്ടി ഓട്ടോ റിസർവ് ആവത്തില്ലല്ലോ. റിസർവ് ആവാത്ത വണ്ടി. ഒരു പെൺകൊച്ചായിരുന്നിരുന്നു, അയ്യർകാലയം കൊണ്ടുള്ള കൊച്ചായിരുന്നു. അയ്യർകാലയം കൊണ്ടുള്ള കൊച്ചാന്ന് തോന്നുന്നു, ഒരു പെൺകൊച്ച്. അതിന്റെ കാലിലേക്ക് വിട്ട് റിസർവ് ആക്കി. അത് വീട്ടിൽ ചെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് വണ്ടി നമ്പരൊക്കെ പറഞ്ഞു കൊടുത്താൽ അങ്ങനെ അവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് അടി ആവശ്യത്തിന് അന്ന് കിട്ടി. ആവശ്യത്തിന് അടി കിട്ടി. പിന്നെ അങ്ങനെ പല പല കാര്യം പ്രശ്നങ്ങളെ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നീട് എന്തോ ഒരു ഭാഗ്യത്തിന് ഇത്രയും കാര്യങ്ങളായി, കാശുണ്ടായി, ബന്ധമായി. ഇതെന്ന് പറഞ്ഞാൽ അന്ന് ഒരു 10-20 വർഷത്തിന് മുമ്പാണ്. ഓട്ടോ കൂടുതൽ. അതെ, അത് 20 വർഷത്തിന് മുമ്പാണ്. പിന്നെ അങ്ങനെ ഒരു ഇതുണ്ടായി. അവനൊരു ഒരു കാരുണ്യം കൊണ്ട് ഇതിലേക്ക് ഒപ്പിച്ചെന്നുള്ളതാണ്. ഈ ഒപ്പിച്ചതിനകത്ത് ഈ സൈസ് പരിപാടികളാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. തരികിടേ ഉള്ളൂ, തരികിട ആയിരുന്നു. അല്ലെങ്കിൽ പിന്നെ കൂടികളുണ്ടാക്കാൻ ഗൾഫ് രാജ്യത്ത് വരെ എപ്പോഴും ഗൾഫ് രാജ്യത്ത് വരെ ഈ ജ്യോതിശാല ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും. വെളിയിൽ നിന്നുള്ള ആളുകളാണ്. ഇവിടെ ഉള്ളവരാരും വരികയില്ല. ഒരുപാട് പിള്ളേർ വരുന്നുണ്ട്, ഒരുപാട് ആളുകളും വരുന്നുണ്ട്. ഒരുപാട് ഇത്ര രൂക്ഷമായ കാരണം എന്ന് വെച്ചാൽ ഇത്രയൊക്കെ രൂക്ഷമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തള്ള കൊണ്ടുവന്നിട്ട് കൊച്ചിനെ ആക്കി പാത പിടിക്കാനായിട്ട് ആക്കിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ മൂമിനകത്തായപ്പോൾ കൊച്ചു ഭയങ്കര നിലവിളിയും ബഹളവും തലമണ്ടയും പൊട്ടി ചോര വന്നു. ആർക്കറിയാം, എന്തോന്നറിയാൻ വയ്യ. കട്ടിലേക്ക് കിടക്കുമായിരുന്നു കൊച്ചിൻ്റെ കമ്മൽ. അത് അവൻ്റെ കട്ടിലേ കൊച്ചിൻ്റെ കമ്മൽ കിടക്കുമായിരുന്നു. അവൻ അങ്ങനെയൊക്കെ ഇരുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാൾ ചോദിച്ചു, ഏടാ നിന്റെ കൈ നിനക്കുള്ള ഒരു അപാകതകളെ കൊണ്ടില്ലേ, നീ ഓടിയെന്തിനും ഇറങ്ങി വലിഞ്ഞെന്തിനും അവിടെ നിന്നപ്പോഴായിരുന്നു. മുങ്ങണ്ട കാര്യമുണ്ടോ? അടുത്ത വീട്ടിനടുത്തുള്ളവർ ചോദിച്ചു, മുങ്ങണ്ട കാര്യമുണ്ടോ? മുങ്ങണ്ട കാര്യമില്ല. നേർ മാർക്കറ്റിൽ കൂടെ ഉള്ളവരാണെങ്കിൽ ഒരു കണക്കിലും മുങ്ങണ്ട. ഒരു വീട്, ഈ നിൽക്കുന്ന വീട് ഇപ്പോൾ ഇടിച്ച് പണിയണം, എന്നാല് നിങ്ങൾക്ക് ഒരു ഐശ്വര്യം ഉണ്ടാകും. അങ്ങനെ ഇടിച്ച് പണിഞ്ഞപ്പോൾ അവർക്കും കഷ്ടകാലമായി, അതിനെക്കാട്ടി കഷ്ടകാലമായി. പോയി വേറെ വീട് വെച്ചതിനകത്ത് താമസിക്കാത്ത അവസ്ഥയായി. അങ്ങനെ പറയപ്പെടുന്നുണ്ട് ആളുകൾ. അതിപ്പോഴും കണ്ട അതോട് ഞാൻ തിരക്കി ഒക്കെ ആയിരുന്നു സംഭവം. ഒരു അഭിപ്രായം പറയാനില്ല. അതൊന്നും അല്ല. നാട്ടുകാർക്ക് അസൂയ, നാട്ടുകാർക്കാർക്കും ഒരു അസൂയയില്ല. ഇതിന്റെ പുറകെ നടക്കുന്നവർക്ക് ആരോഗ്യ പ്രയോജനമുണ്ട്, കാശ് കിട്ടും, കാര്യങ്ങളുണ്ട്, അവന് വല്ലതൊക്കെ കൊടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്യും. നാട്ടുകാർക്ക് കൊള്ളത്തില്ല. ഇപ്പം മാനകേടായി. നാടോ രാജ്യമൊട്ടാകെ അറിഞ്ഞില്ലേ? അന്നത്തെ രാത്രി മൊത്തം വാട്സാപ്പിനകത്ത് ഇട്ടില്ലേ? വാട്സാപ്പിൽ ഇട്ട് മൊത്തം നാട് മൊത്തം രാജ്യങ്ങളും അറിഞ്ഞില്ലേ? ഉള്ള ഗ്ലാമറങ്ങ് പോയോ? മക്കളെ, അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഒരാൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമല്ല. ഒരാൾ ഇരിക്കൊണ്ട് വരും. അങ്ങനെ ഒരു സമയത്ത് ഒരു കൂലി കൃത്യമായിട്ട് കൊടുത്തിരിക്കും. അതൊരു സമയത്തല്ലേ ഒരു സമയത്ത് കിട്ടും. വെറുതെ പറയുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ. റോക്കറ്റ് വിക്ഷേപിക്കാൻ ഇയാൾ എന്താ വഹിക്കാനാ? പിന്നെ ദൂര സ്ഥലത്തു നിന്നൊക്കെ ആൾ വരും, ഇയാളെ തിരക്കി. അതേ ഉള്ളതില്ല. അല്ലാതെ വേറെ ഇവിടങ്ങളിലുള്ള ഒരു കുഞ്ഞുങ്ങളും അവനെ നോക്കാനോ കാണാനോ തിരക്കാനോ പോകത്തുമില്ല. എന്നാ ഈ പിന്നെ ജ്യോതിഷരായെന്നും ഒക്കെ എല്ലാവർക്കും നമുക്കറിയാം, നാട്ടുകാർക്കും അറിയാം. ഓട്ടോ എല്ലാം കൊടുത്ത് ഓട്ടോയ്ക്ക് പിടിച്ച് നടക്കുമ്പോൾ തന്നെ ഇവന് വേറെ തട്ടിപ്പ് പരിപാടി ഉണ്ടായിരുന്നു. പെണ്ണാ കൊണ്ടുപോയത്. അങ്ങനെ അവള് കൊണ്ടുപോയി ഇയാളെ അവിടെ ഇത് പൂജയും കാര്യങ്ങളൊക്കെ അവൾക്കവിടെ സാധനം ഉള്ളവളാണ്. അങ്ങനെ എവിടെ കൊണ്ടുപോയിട്ട് അവിടെ മറ്റേ മുസ്ലിങ്ങളോടെല്ലാം പറഞ്ഞ് അവരോടൊക്കെ പറഞ്ഞ് മറ്റേ ആൾക്കാരോട് പറഞ്ഞ് ഈ കർമ്മങ്ങളൊക്കെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പറയുമ്പോൾ അത് ഇവൻ്റെ കൂടെ ഉള്ള ഒരു പയ്യനുണ്ട്. അവൻ അന്നേരം ഇവൻ്റെ പോക്ക് ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ കളയും.
തലനിയമം ചോദിച്ചിട്ട് ഇയാളെ വേറെടുത്തിട്ടുണ്ട്. ഇയാൾ ഒരു 10 വിളക്കാണ് ഇയാളെ കുറഞ്ഞത്. 10 നിലവിളക്ക് 10 നിലവിളക്ക് മുമ്പിട്ട് കളം വരും. അരിപ്പൊടി ഇട്ട് വെച്ചിട്ട് മഞ്ഞപ്പൊടി വീറി കാണുന്നവരൊക്കെ നല്ല ഇടുപ്പാണ്. അന്തരീക്ഷം സൃഷ്ടിക്കും. എന്നിട്ട് 10 വിളക്ക് 10 സാധനം 10 കളത്തിലും വെച്ച് ഇതെല്ലാം ചെയ്തിട്ട് ഇയാൾ കുറേ തട്ടത്തിൽ കുറച്ച് പൂവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് എടുത്തിട്ട് ഒരു ആവണിപ്പലക ഇരുന്ന് അങ്ങോട്ട് ചന്ദ്രക്കാലം കൊണ്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ലുക്കല്ലേ. എപ്പോഴും മാല നല്ല മാല സ്വർണ്ണമാല കഴുത്തെ കാണും. അതിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു അയാൾക്കുള്ള കൂടുതൽ കാണാൻ വന്ന ചണത്തുന്ന ആളുടെ കൂടെ കാണാൻ വന്ന ഒരാൾ അയാൾക്കൊന്നും മനസ്സിലൊരു സന്തോഷം പോലെ തോന്നും. അപ്പോൾ അന്നേരം എത്ര രൂപ എടുത്തു കളിയുക അല്ലെങ്കിൽ എത്ര രൂപ എന്നൊക്കെ ഇയാളോട് ചോദിക്കും. അങ്ങനെ ഇങ്ങനെ കണ്ട് കാര്യങ്ങളായി തുടങ്ങി. പിന്നെ ഈ ഗൾഫിലുള്ള പെണ്ണുങ്ങളുടെ കൂടെ അവർ വെളിയിൽ പോയിട്ട് അവിടെ ഇത് ചെയ്ത് ഹിന്ദു ഭവനങ്ങളിലും അതുപോലെ ചില മുസ്ലിം വിശ്വാസമുള്ള വീടുകളിലും അങ്ങനെയൊക്കെ പോയി ഇയാൾ 1 മാസം 2 മാസം കഴിഞ്ഞ് വരത്തുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്ന കാശുണ്ടാവില്ല, പൈസ കൂട്ടിയിട്ടുണ്ട്. ഇവൻ്റെ പോക്ക് ശരിയല്ല. 1-2 സ്ഥലത്ത് ചെയ്ത കർമ്മങ്ങൾ ഫലിച്ചില്ല എന്ന് വന്നപ്പം ഈ കൂടെ പരികർമ്മയായിട്ട് പോയ പയ്യനെ അവർ പിടിച്ചു നിർത്തി. അവൻ എന്തോ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഒന്നും ശരിയായില്ല, ഒന്നും ആയിട്ടില്ല, എൻ്റെ കൊച്ചിൻ്റെ കല്യാണമോ മറ്റേ കാര്യം നടന്നുമില്ല, തെമ്മാടത്തിലാണ് കാണിക്കുന്നത്, ഇവരെന്തോ ചെയ്യുന്നതെന്ന് അവരോട് ചോദിച്ചു പറഞ്ഞു. എനിക്കറിയുന്നത് ഞാൻ പരികർമ്മയായിട്ട് ഇങ്ങനെ വിളക്ക് അസത്യം വിളക്ക് കേൾക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ പിന്നെ അവനെ 3-4 പേരെങ്കിലും ചോദിച്ചാൽ അവൻ ഭയപ്പെടായി. പിന്നെ അവൻ പോകാതെ അടിക്കുന്നു ഉദ്ദേശിച്ച് ആൾക്കാരെ ഷീറ്റൊക്കെ ഇട്ട് ഒരു 10-20 പേർക്ക് ഇരിക്കത്തൊക്കെയുള്ള കസേരയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ആൾക്കാർ വിചാരിക്കും ഈ ആൾക്കാർ ഇത്രയും വരെയും പോക്ക് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടായിട്ടായിരിക്കുമല്ലോ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പാതിരാത്രി എന്ന് പറയുമ്പോൾ അത് ഈ വേറെ സെറ്റുകളാണ്. ഇതൊക്കെ ഉണ്ടോ ഈ ആഭിചാരകർമ്മങ്ങളും ബാധ ഒഴിപ്പിക്കലൊക്കെ ഉണ്ടോ? ആഭിചാരകർമ്മം ബാധ ഒഴിപ്പിക്കലുണ്ട്. അതൊക്കെ ചുമ്മാ എന്ന് പറയുമ്പം അതൊക്കെ നമ്മൾ ഞാനൊരുട്ടെ നമ്മൾ കുറച്ച് തുണ്ടും ചിരട്ടിയും ക്യാമറവും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കത്തിച്ച് പുകയൊക്കെ ഉണ്ടാക്കി ഈ തെള്ളിപ്പൊടി ഇതിനകത്ത് ഇടുമ്പം ഭയങ്കരമായിട്ട് മേപ്പോട്ട് അത് എന്തെങ്കിലുമൊക്കെ 2 പറഞ്ഞും കൊണ്ട് ഇയാൾ നീ അപ്പോൾ ഒഴിയത്തില്ലല്ലയോ ഇനി ഞാൻ ഒഴിക്കാം എന്നും പറഞ്ഞിട്ട് അവക്കുള്ള പെണ്ണിനെ അടുത്തിരുത്തിക്കൊണ്ട് 3 ചുരത്ത് വെച്ചിട്ട് ആഴിക്കകത്തോട്ട് ഓമോട്ടത്തിലൊക്കെ തട്ടുമ്പോട്ടല്ലോ അത് ഈ തെള്ളിപ്പൊടി എന്നാണ് പറയുന്നത്. അതൊക്കെ പണ്ട് ശബരിമല ഞാൻ ചെയ്തിട്ടുണ്ടോ. അത് പരിപാടിയാണ്. പകലിയാൾക്ക് വേറെ കളവൊക്കെ വരച്ച് ഉച്ച ഇതൊക്കെ 12 മണി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ പെൺപിള്ളേർ വലയിൽ വീഴുന്ന പെൺപിള്ളേരാണെങ്കിൽ പിന്നെ അവരൊന്നും ഒടിക്കുകയില്ല. ഞാൻ ഇവിടെ ശ്രദ്ധിക്കാറ് അങ്ങനെ എല്ലാം ഉണ്ട് വലയിൽ വീഴും. അവരെല്ലാം തന്ത്രി മന്ത്രി തുന്തുരി എന്ന് പറഞ്ഞ കൂടെ അങ്ങനെ നിൽക്കുകയില്ല. പിന്നെ ചില പിള്ളേരെ കർമ്മത്തിനായിട്ടും വെളിയിലും ആ പരിപാടിയുണ്ട്. കോൺട്രാക്ട് വെളിയിലാണല്ലോ കൂടുതൽ. കോൺട്രാക്ട് വെളിയിലാണ്. പിന്നെ ഈ ഹിന്ദുക്കളുള്ള സ്ഥലത്ത് പോയി ആ ഒരു ഇയാളൊക്കെ ഇവർക്ക് അവരുടെ കർമ്മത്തിലാണ് ഇയാൾ പോകുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ വോട്ട് ഞാൻ പിന്നെ ഒട്ടോ പറഞ്ഞാൽ ഒട്ടൊക്കെ വിട്ട് ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടം ഫലിച്ചു, അവന് മുള അയച്ചു, സന്താനങ്ങളുണ്ടായി, കാര്യങ്ങളുണ്ടായി, അല്ലെങ്കിൽ അവന് സാമ്പത്തികം ഉണ്ടായി, വസ്തു വാങ്ങിക്കാൻ പറ്റി, പ്രത്യേകിച്ച് വസ്തു വാങ്ങിച്ചു. ഇങ്ങനെയൊക്കെ ആകുമ്പം ഇങ്ങനെ ആരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് അവൻ സത്യാവസ്ഥയൊക്കെ പറയും. അപ്പോൾ അത് കർമ്മം ഫലിച്ചല്ലോ എന്നുള്ളത് വെച്ചിട്ട് മറ്റേയാൾ ഇതെല്ലാം അതെന്തോ കൊണ്ട് ഒരുക്കളൊക്കെ കൂടുതലുണ്ട്. എന്നാലും എല്ലാം കൂടെ രൂപയായിട്ടാണ് കൊടുക്കുകയാണെങ്കിൽ 25,000-30,000 കൊടുത്തേച്ചാൽ ഇത്രയൊക്കെ വലിയ സംഭവമൊക്കെ ആയിട്ട് കണ്ടാലും നാട്ടിലുള്ളവരെ ഈ പഴയ ഓട്ടോക്കാരൻ ബാബുവായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലേ? ഇവിടെ അങ്ങനെ ഇല്ലല്ലോ, തങ്ങിയില്ലല്ലോ. ഇവിടെ ഇപ്പം ഈ കഴിഞ്ഞ മാസം ഇവിടെ നിന്ന് വന്നിവിടെ അപ്പുറത്തിൽ മുറിയെടുക്കുന്ന ആ വാട അയക്കുള്ള എടുത്ത് വെച്ച് ഇതുകൊണ്ടില്ല ഇപ്പം നമ്മുടെ എന്നായിരുന്നു എന്നെ കിടമ്പോൾ കോഴിച്ചേട്ടാകുമ്പോൾ നമ്മൾ കിടപ്പാണോ കോഴിച്ചേട്ടാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെന്നിങ്ങനെ കൈയാട്ടി പിടിച്ചു. ഞാൻ പറഞ്ഞു നീ എന്നോ അത് ഞാൻ ഒരാഴ്ച വെച്ചാൽ വന്നിട്ട് ഞാൻ ഇപ്പം മക്കളും പോകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അടുത്താഴ്ച പോകണം 3-4 കർമ്മ പോയി ചെയ്തേക്കത്തുള്ളൂ. ഞാൻ ഒന്ന് പോയി അമ്മയെ കണ്ടു ചേട്ടെന്ന് പറഞ്ഞു. ചുമ്മാ അത് അമ്മയെ കാണാൻ പറഞ്ഞാൽ വരും എന്നെ കണ്ടു ചേട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നതാണ്. ഒരു എന്ത് നടത്തിയാലും പൂജ നടത്തിയാലും അമ്പലത്തിലെ ഒരു വഴിപാട് നടത്തിയാലും ഇതിനൊക്കെ ചെയ്യുന്ന 10,000-15,000 ഉണ്ടെങ്കിൽ തുകയെന്ന് പറഞ്ഞാൽ നല്ല ഇതോ അതങ്ങ് ചെയ്യും. അത് ചെയ്ത് ഇപ്പം ഫസ്റ്റ് ആയിക്ക് തന്ത്രി ഇത് വഴിപാടുമായി സമർപ്പിച്ചത് തന്ത്രി പുരാരി എന്ന് ഒരു പുരാരി ഇട്ടപ്പോൾ അപ്പോൾ ഈ കൊച്ചു ബേളം ഉണ്ടാക്കിയത് ഈ തള്ള പറഞ്ഞു എനിക്കറിഞ്ഞില്ല എൻ്റെ തള്ള പറഞ്ഞു തള്ളയ്ക്ക് സപ്പോർട്ടാണ്.
അള്ള പറഞ്ഞു അത് മോളെ ഇങ്ങനെ വരുന്നവർക്ക് ഇങ്ങനെ പോയി. അന്നേരം യവൻ പറഞ്ഞത് ബാധയാ അമ്മേ, ബാധയാ. ഞാൻ അതിനെ പൊടിയിട്ട് ഭസ്മം ഇട്ടപ്പോഴത്തേക്ക് അത് ബാധ ഇളവി കൂടിയിരുന്നു. ഇങ്ങനെ ഇളവി അങ്ങ് മാറും, തുള്ളി അങ്ങ് മാറും. അതേപോലെ അഴ കയറി പിടിച്ച് ആ ജീവനും കൊണ്ട് വന്നിട്ട് ഉപ്പഴം പിടിച്ച് കരയോ അവിടെ പേടിച്ച്. അപ്പം ഇങ്ങനെയൊക്കെ ഈ തള്ളയും ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് പറയുമായിരിക്കും. എനിക്കറിയാം. ആ ഒരാൾ തള്ള അവൻ്റെ അമ്മയുണ്ട്, ഭാര്യ ഒരു മോള് കൊച്ചുണ്ട്. പക്ഷെ ഇങ്ങനെ എനിക്ക് അതെനിക്ക് അറിഞ്ഞുകൂടാ, സംഭവം ഞാൻ ആണോന്ന് അറിഞ്ഞൂടാ. ചിലങ്ങനെ പറയും, ചില പറയില്ല. ആ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു കേസൊക്കെ വന്നപ്പോൾ നാട്ടുകാർക്ക് അത്ഭുതമൊന്നുമില്ല. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കടക്കിലൊക്കെ ആൾക്ക് കൂടുതൽ ആൾക്കാർ എന്നാ പറയുന്നത്. അത് അവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ. പക്ഷേ ഈ മറ്റു ഇടപാടായിട്ടെന്ന് പറയും ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവരും ഇങ്ങനെ അങ്ങ് അനങ്ങാൻ പോകും. അതിനെ അതൊഴിപ്പിക്കുക പറയുമ്പം ഈ പിടിച്ച് നെറ്റിയെ പിടിച്ചും ശരീരത്തെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് മന്ത്രം ചൊല്ലും. മനസ്സിലായോ? എനിക്ക് രണ്ട് കൈയോടെ ഇങ്ങനെ കേത്ത് വെച്ച് നമുക്കങ്ങ് പിടിച്ചും കൊണ്ട് ഈ മന്ത്രം ചുമ്മാ വായിച്ചു വന്ന ഓരോ മന്ത്രം കേൾക്കുമ്പോൾ അവർ ഉറക്കെ പിടിച്ച് ഈ രണ്ട് ചേരുമ്പോൾ തന്നെ മറന്നു സാധനം വയ്ക്കും. അപ്പോഴേ പോകും. ഇതൊക്കെ വെച്ച് അതിനങ്ങ് പോലും കണ്ടോ. ആ ഞാൻ മന്ത്രം ഒരു എരിയും വെച്ച് പ്രസവം മുഖത്തടിച്ചതേ ഉള്ളൂ. അപ്പോഴേ ഇടയിൽ കഴിക്കും.